ഇന്ന് നമുക്ക് ആന്റി ക്രൈസ്റ്റ് കിങ്ഡത്തിൽ നടക്കുന്ന മെയിൻ പ്രൊഫറ്റിക്കൽ ഇവന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ 4th സെഞ്ചുറി തൊട്ട് എല്ലാ ജനറേഷൻസും വിശ്വസിച്ചിരുന്നത് അവർ എൻഡ് ടൈംസിലാണ് ജീവിക്കുന്നതെന്നാണ്. എസ്പെഷ്യലി നീറോ ചക്രവർത്തി റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ധാരാളം ക്രിസ്ത്യൻസിനെ പീഡിപ്പിച്ചിരുന്നു. ആ സമയത്ത് ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരുന്നു നീറോ ഒരു ആന്റി ക്രൈസ്റ്റ് ആണെന്ന്. അതേപോലെ ഹിറ്റ്ലർ ജ്യൂസിനെ പെർസിക്യൂട്ട് ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരുന്നു ഹിറ്റ്ലർ ഒരു ആന്റി ക്രൈസ്റ്റ് ആണെന്ന്. ശരിക്കും ഇവർ രണ്ടും ആന്റി ക്രൈസ്റ്റ് അല്ല, പക്ഷെ ഇവരെയൊക്കെ നമുക്കൊരു മിനി വേർഷൻസ് ഓഫ് ആന്റി ക്രൈസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഇവരെ പറ്റി പഠിക്കുന്ന സമയത്ത് ഫുൾ വേർഷൻ ഓഫ് ആന്റി ക്രൈസ്റ്റ് കിങ്ഡം എത്ര ഭയാനകമാണെന്നും എത്ര പീഡയിലൂടെ ആയിരിക്കും ദൈവത്തിന്റെ ജനം കടക്കേണ്ടി വരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആണ്. ആ ഫിഗർ റൈസ് ചെയ്യുന്നത് എൻഡ് ടൈംസിലായിരിക്കും. അതായത് മിലേനിയൽ കിങ്ഡത്തിന് മുമ്പെയുള്ള 7 years ഓഫ് ട്രിബുലേഷൻ ടൈമിലായിരിക്കും ആന്റി ക്രൈസ്റ്റ് റൈസ് ചെയ്യുന്നത്. ആന്റി ക്രൈസ്റ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം സംഭവിക്കുന്നത് ആന്റി ക്രൈസ്റ്റ് ഒരു കവനന്റ് ഇസ്രായേലുമായിട്ടുണ്ടാക്കും. ആ കവനന്റ് ഉണ്ടാക്കുന്നത് 7 വർഷത്തേക്കാണ്. എന്നാൽ ഈ 7 വർഷത്തിന്റെ മധ്യേ, അതായത് 3.5 years കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കവനന്റ് ആന്റി ക്രൈസ്റ്റ് ബ്രേക്ക് ചെയ്യും. ഇത് മെൻഷൻ ചെയ്തേക്കുന്നത് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യത്തിലാണ്. ലോകത്തിലുള്ള എല്ലാ ഗ്ലോബൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ആവശ്യമാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരിക എന്നുള്ളത്. എന്നാൽ ആ സമാധാനം കൊണ്ടുവരുവാൻ ഈ ആന്റി ക്രൈസ്റ്റിന് കഴിയും, അല്ലെങ്കിൽ അങ്ങനെ സമാധാനം കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരാളായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ ലോകമൊക്കെ ഈ ആന്റി ക്രൈസ്റ്റിനെ വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ 2 സാക്ഷികളെ എഴുന്നേൽപ്പിക്കും. ആ സാക്ഷികൾ 1250 ദിവസം പ്രവചിക്കും. അതുമാത്രമല്ല, ആ 1250 ദിവസങ്ങളിൽ അവരെ ആരെങ്കിലും ഉപദ്രവിക്കുവാനോ കൊല്ലുവാനോ ശ്രമിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ വന്ന് അവരെ ദഹിപ്പിച്ചു കളയും. ഈ 2 സാക്ഷികൾ മോശയും ഏലിയാവുമാണെന്നാണ് പറയപ്പെടുന്നത്. ആ 2 സാക്ഷികൾ മാത്രമല്ല കേട്ടോ, 144,000 ജൂയിഷ് ഇവാഞ്ചലിസ്റ്റുകൾ ആ സമയത്ത് ലോകം മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കും. അതായത് നോഹയുടെ കാലത്ത് പ്രളയം വരുന്നതിന് മുമ്പേ നോഹ വിളിച്ചു പറഞ്ഞതുപോലെ ആ 144,000 ജൂയിഷ് ഇവാഞ്ചലിസ്റ്റുകൾ ലോകത്തോട് മുഴുവൻ ദൈവത്തിന്റെ കോപം വരുന്നത് മുന്നറിയിപ്പ് നൽകും. ലോകം മുഴുവൻ ഈ ആന്റി ക്രൈസ്റ്റിനെ നോക്കി വിസ്മയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഈ ആന്റി ക്രൈസ്റ്റിന്റെ തലകളിൽ ഒന്നിന് മരണകരമായ ഒരു മുറിവേൽക്കും. എന്നാൽ ആ മുറിവ് പെട്ടെന്ന് ഹീലാവുകയും സകല ഭൂവാസികളും അത് കണ്ട് വിസ്മയിക്കുന്നതായിട്ടും കാണാം. അതുപോലെ തന്നെ കുറെ ജനങ്ങൾ ആ സമയത്ത് ഈ മൃഗത്തിനോട് തുല്യനാർ, ഈ മൃഗത്തെ ആർക്ക് തോൽപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് വളരെ ബ്ലൈൻഡ് ആയിട്ട് ആന്റി ക്രൈസ്റ്റിനെ വിശ്വസിക്കുന്നതായിട്ടും കാണാൻ കഴിയും. എന്നാൽ ഈ മുറിവ് ലിറ്ററലി ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ആ പൊളിറ്റിക്കൽ ലീഡറിന് വരുന്നതാണോ, അതോ മറിച്ച് അതേതെങ്കിലും തകർന്നു പോയ രാജ്യം തിരിച്ച് ശക്തിയിലേക്ക് വരുന്നതാണോ എന്ന് വ്യക്തമായി പറയുവാൻ ഇപ്പോൾ കഴിയത്തില്ല. എന്നാൽ ട്രിബുലേഷന്റെ ടൈമിൽ ജീവിക്കുന്ന സമയത്ത് ആ സമയത്ത് ജീവിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഈ ഒരു ഇൻസിഡന്റിനെ യൂട്ടിലൈസ് ചെയ്ത് ജനത്തെയൊക്കെ തെറ്റിക്കാനായിട്ട് വേറൊരാൾ കൂടിയുണ്ട് ആന്റി ക്രൈസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതൊരു സ്പിരിച്വൽ ലീഡറാണ്, അല്ലെങ്കിൽ ഒരു ഫോൾസ് പ്രൊഫറ്റ്, ഒരു കള്ളപ്രവാചകൻ. ആ കള്ളപ്രവാചകനെ പറ്റി പറയുന്നത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11-ാം വാക്യത്തിലാണ്. യോഹന്നാൻ അപ്പോസ്തലൻ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് കുഞ്ഞാടിന്റെ കൂട്ട് 2 കൊമ്പും, എന്നാൽ അതിന്റെ വായ് സംസാരിക്കുമ്പോൾ അത് മഹാസർപ്പത്തെ പോലെ സംസാരിച്ചതായിട്ടും കാണാം. ഇതാണ് ആന്റി ക്രൈസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫോൾസ് പ്രൊഫറ്റ്, അല്ലെങ്കിൽ കള്ളപ്രവാചകൻ. ഇത് വെറും കള്ളപ്രവാചകൻ മാത്രമല്ല, ഇതിനും ഒരുപാട് ശക്തിയുണ്ട്. കാരണം ഇത് ഭൂമിയിലുള്ള ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആകാശത്ത് നിന്ന് തീ ഇറക്കുന്ന അത്ര വലിയ അത്ഭുതങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ചെയ്യും. ഈ മരണകരമായ മുറിവിനെ ഓവർകം ചെയ്തു വന്ന ആന്റി ക്രൈസ്റ്റ് ഇല്ലേ, ആ ഒരു സമയം, ആ ഒരു ഇൻസിഡന്റ് യൂട്ടിലൈസ് ചെയ്ത് ജനത്തെയൊക്കെ ഈ ആന്റി ക്രൈസ്റ്റിനെ വർഷിപ്പ് ചെയ്യാനായിട്ട് സ്പിരിച്വൽ ലീഡർ പ്രൊമോട്ട് ചെയ്യും. ഈ സമയത്ത് ആദ്യം ദൈവം അപ്പോയിന്റ് ചെയ്ത 1250 ദിവസം പ്രവചിക്കുന്ന 2 സാക്ഷികൾ ഉണ്ടല്ലോ, ആ 2 സാക്ഷികൾ അവരുടെ സാക്ഷ്യത്തിന്റെ സമയം അവസാനിക്കുമ്പോൾ, അതായത് 1250 ദിവസം കഴിയുമ്പോൾ, 42 മാസം കഴിയുമ്പോൾ അവർ കൊല്ലപ്പെടും. ആന്റി ക്രൈസ്റ്റിന്റെ ആർമീസിന് അവരെ കൊല്ലുവാൻ കഴിയും. അത് മാത്രമല്ല, അവരുടെ ശരീരം 3.5 ദിവസം 3.5 days സ്ട്രീറ്റിൽ ഇങ്ങനെ കിടക്കും. അത് സകല ജനവും കാണും, എയ്തർ ത്രൂ ഇന്റർനെറ്റ് ഓർ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ഇന്റർനെറ്റ്. 3.5 ദിവസം കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വരികയും അവർ നിവർന്നു നിൽക്കുകയും അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതും സകല ജനവും കാണും. എന്നാൽ യേശുപ്പച്ചൻ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇവിടെ ഒരു അബോമിനേഷനെ പറ്റി പറയുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ ആലയത്തിൽ എതിർ ക്രിസ്തു കയറി സ്വയം ദൈവമായി പ്രഖ്യാപിക്കും. അതാണ് ദൈവത്തിന്റെ ആലയത്തിൽ ഉണ്ടാകുന്ന മ്ലേച്ഛത. അവിടെ എതിർ ക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കള്ളപ്രവാചകനുമുണ്ട്. കള്ളപ്രവാചകൻ
ഈ എതിർ ക്രിസ്തുവിന്റെ രൂപത്തിൽ ഒരു പ്രതിമ ഉണ്ടാക്കുകയും സകല ജനത്തോടും ഈ പ്രതിമേനെ വർഷിപ്പ് ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല, പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും ഇവർ കൊല്ലുകയും ചെയ്യും. അതേപോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും, ദരിദ്രരോടും സമ്പന്നരോടും ചെറിയവരോടും വലിയവരോടും ദാസന്മാരോടും സ്വതന്ത്രരോടും എല്ലാവരോടും വലങ്കൈമേലോ നെറ്റിമേലോ ഒരു മുദ്ര ഏൽക്കണമെന്ന് ആവശ്യപ്പെടും. ഈ മുദ്രയില്ലാതെ ഒരു സാധനം വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയത്തില്ല. അതായത് ഇപ്പൊ ഒരു ഫുഡ് വേണമെങ്കിലോ വെള്ളം വേണമെങ്കിലോ മെഡിസിൻ വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും ഈ മുദ്ര വേണം. ഈ മുദ്രയില്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഈ മുദ്ര ഏറ്റുകഴിഞ്ഞാൽ വി ആർ ചൂസിങ് എറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗാഡ്. അതായത് ദൈവത്തിൽ നിന്ന് നമ്മൾ എന്നേക്കുമായിട്ട് സെപ്പറേറ്റ് ആവും. ആൻഡ് ദർ ഇസ് നോട്ട് ഇവൻ എ സെക്കൻഡ് ചാൻസ്. ശരിക്കും പറഞ്ഞാൽ ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ വരെ ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണം എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആകുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഈ ജനറേഷനിൽ ജീവിക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്ങനെയായിരിക്കും ഒരു വൺ വേൾഡ് ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നതെന്ന്. അതിന്റെ അർത്ഥം നമ്മളുടെ കൺമുമ്പിലാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് വേണ്ടുന്ന അടിസ്ഥാനങ്ങൾ ഇട്ടതെന്ന് പറയാം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് ആദ്യം വേണ്ടത് ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതായത് ഒറ്റ ഒരു ഗവൺമെന്റിന് ഫുൾ ലോകത്തെയും കൺട്രോൾ ചെയ്യണം. അതിപ്പോൾ പോസിബിൾ ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഡിജിറ്റൽ ID സിസ്റ്റം. ഈ സിസ്റ്റംസ് ഒക്കെ ഗവൺമെന്റ്സിനെ ഹെൽപ്പ് ചെയ്യും ലോകത്തുള്ള മനുഷ്യരെ എല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട്. രണ്ടാമത്തത് വേൾഡ് എക്കോണമീനെ കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടത് ക്യാഷ്ലെസ് സൊസൈറ്റിയാണ്. അത് അച്ചീവ് ചെയ്യാൻ പറ്റും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു മുദ്ര ഏറ്റുകഴിഞ്ഞാൽ. ഈ മുദ്ര എന്ന് പറഞ്ഞാൽ ഏതർ അതൊരു ബാർകോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ചിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ടെക്നോളജി ആയിരിക്കാം. ശരിക്കും ബാർകോഡ് ഒരു ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ്. എന്നാൽ ചിപ്പിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. വളരെ റീസെന്റ് ആയിട്ട് എലോൺ മസ്ക് ഡെവലപ്പ് ചെയ്ത ഒരു ചിപ്പാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. അതിന്റെ മോട്ടീവ് ഇപ്പം ഫോർ ഹെൽപ്പിംഗ് പാരലൈസ്ഡ് പീപ്പിൾ, തളർന്നിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഫോണോ എക്സ്റ്റേണൽ ഡിവൈസസോ എന്തെങ്കിലും കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരത് ചിന്തിച്ചാൽ മതി. ഈ ചിപ്പ് റോബോട്ടിക് സർജറി ത്രൂ അവരുടെ ബ്രെയിനിൽ ഇംപ്ലാന്റ് ചെയ്യുകയും ആ ചിപ്പിനകത്ത് നിറയെ ഫൈനായിട്ടുള്ള ഇലക്ട്രോഡ്സ് ഉണ്ട്. ആ ഇലക്ട്രോഡ്സ് ഇവരുടെ ബ്രെയിനിൽ അവർക്ക് ചെയ്യാൻ പോകുന്ന ഇന്റൻഷൻ വരുന്ന കാര്യത്തെ ആ ന്യൂറൽ സിഗ്നലിനെ കളക്ട് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ സിഗ്നൽ ആക്കി എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് കൊടുക്കും. ഇപ്പൊ ഇതൊരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ആണ്. ഇൻ ദ ഫ്യൂച്ചർ ഇതിന് ഒരുപാട് സ്കോപ്പ് വരുന്നത് ബ്രെയിൻ ടു ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും. കാരണം ഇപ്പൊ ഒരു പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബി, രണ്ടാളുകള്, ഇവർക്കിടയിൽ ലാംഗ്വേജ് ബാരിയർ ഉണ്ടെന്ന് വെച്ചോ. ബിക്കോസ് ഇപ്പൊ ജർമ്മനിയിൽ ജീവിക്കുന്നവർക്കറിയാം, ഇവിടെ പല ജർമ്മൻസിനും ഇംഗ്ലീഷ് അറിയത്തില്ല, അവർ ജർമ്മനാ അവർക്ക് കൂടുതൽ അറിയാവുന്നത്. അപ്പം അവിടെ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. അപ്പൊ പേഴ്സൺ എക്ക് പേഴ്സൺ ബിനോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഈ മുദ്ര അല്ലെങ്കിൽ ഈ ചിപ്പ് ഇംപ്ലാന്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ഒരാൾ ചിന്തിക്കുന്ന കാര്യം ഓട്ടോമാറ്റിക്കലി സ്റ്റിമുലേറ്റഡ് ആയിട്ട് പേഴ്സൺ ബിയിലേക്ക് എത്തും. സോ ഇതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മെസ്സേജ് അയക്കുന്നതും ഫോൺ ചെയ്യുന്നതും ഒന്നും വേണ്ട, ചിന്തിച്ചാൽ മതി. അപ്പുറത്തെ ആൾക്ക് നമ്മൾ എന്താ ചിന്തിച്ചതെന്ന് മനസ്സിലാക്കും, അപ്പുറത്തെ ആൾ ചിന്തിക്കുന്നത് ഇപ്പുറത്തും മനസ്സിലാക്കും. ഇതിന് ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്, കാരണം കറന്റ്ലി അത് അൺഎത്തിക്കൽ ആണ്. ബട്ട് ഇൻ ദ ഫ്യൂച്ചർ ഇങ്ങനെ ഒരു വൺ വേൾഡ് ഗവൺമെന്റ് ഒക്കെ വരുന്ന സമയത്ത് ദർ ഇസ് പോസിബിലിറ്റി ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുദ്ര ഏറ്റു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല. ഇത് പ്യോർലി എന്റെ ഇൻറ്റ്യൂഷൻ ആണ്. മേ ബി ഇങ്ങനെ ഒരു മുദ്ര ഏറ്റു കഴിഞ്ഞാൽ മേ ബി റിപ്പൻഡൻസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലാതായിപ്പോകും. കാരണം വാട്ട് ഇഫ് യുവർ ബിലീഫ് ഇസ് മാനിപ്പുലേറ്റഡ്. ഒരു മുദ്ര ഏറ്റു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ബിലീഫിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ റിപ്പൻറ്റ് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ റിപ്പൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഓഫ് ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് കഴിയുന്നത്. എന്നാൽ നമ്മുടെ തോട്ട്സിനെ അല്ലെങ്കിൽ നമ്മളുടെ ബിലീഫിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റിപ്പൻറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഇത് സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, എന്ത് തന്നെ ആയാലും ഒരു കാര്യം വ്യക്തമാണ്, ബൈബിൾ വ്യക്തമായി പറയുന്നു, മുദ്ര ഏറ്റു കഴിഞ്ഞാൽ ദർ ഇസ് നോട്ട് ഇവൻ എ സെക്കൻഡ് ചാൻസ്. അടുത്തതായി സംഭവിക്കുന്ന മെയിൻ പ്രൊഫറ്റിക്കൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്രോധം ഭൂമിയിലേക്ക് വരുന്നതാണ്. ദൈവത്തിന്റെ ക്രോധ കലശം 7 ദൂതന്മാർ ഭൂമിയിലേക്ക് ഒഴിക്കുന്നതായിട്ട് കാണാം. അത് മെൻഷൻ ചെയ്തേക്കുന്ന വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലാണ്. ദൈവത്തിന്റെ ക്രോധം ഭൂമിയിൽ വരുന്ന സമയത്ത് എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏറ്റപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഒരു ദുർവ്രണം ഉണ്ടാകും. അതേപോലെ നദികൾ രക്തമായി തീരും, സമുദ്രം രക്തമായി തീരും, സൂര്യന്റെ അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുപോകും, മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ ഭൂമി കുലുക്കമുണ്ടാകും. അങ്ങനെ ലോകം ഒരു ഡിസ്ട്രക്ഷന്റെ വക്കിലേക്ക് നിൽക്കുന്ന സമയത്ത് എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും തന്റെ സൈന്യവും കൂടെ മെഗീത്തോ താഴ്വരയിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായി പുറപ്പെടും. ആ സമയത്ത് കർത്താവ് ഭൂമിയിലേക്ക് വരികയും തന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തോൽപ്പിക്കുകയും അവരെ രണ്ടുപേരെയും തീപ്പൊയ്കയിൽ ഇട്ട് കളയുകയും ചെയ്യും. അതുപോലെ തന്നെ സാത്താനെ 1000 ആണ്ടിലേക്ക് ബന്ധിക്കുകയും ചെയ്യും.
അങ്ങനെ നമ്മൾ പുതിയൊരു എറയിലേക്ക് കയറും. അതാണ് മില്ലേനിയം കിങ്ഡം അഥവാ 1000 ആണ്ട് വാഴ്ച.